nobody told me about freezing my eggs. ഡോക്ടേഴ്സിന് അറിയാം, ഞാൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ചോദിക്കുന്നത്. His lame response to me was, you never brought it up. ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വരുമാനമുള്ള ആളുകൾ മുഴുവൻ പണിയും പോകും, പിന്നെ ഉള്ള പൈസ മുഴുവൻ അവർ ഇതിലേക്ക് പോകും, പിന്നെ അവർ തന്നെ പാപ്പരാവും. ഇത്രയും ഫൈറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്ന ഒരു ലൈഫാണ്. ഒരിക്കലും ആ ലൈഫിന് ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. എവറി മോർണിംഗ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എവറി സൺറൈസ് ആൻഡ് സൺസെറ്റ്. അതുപോലെയുള്ള ശക്തമായ കുറച്ച് ഗൈഡ് ലൈൻസ് ഇൻ ദ മെഡിക്കൽ സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും ഇമ്മ്യൂണോതെറാപ്പി പോലെയുള്ള ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്താം. ഒരുപാട് പേഷ്യൻസ് ഹു ആർ സഫറിങ് ക്യാൻ ആക്ച്വലി ഗെറ്റ് ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഫ്യൂച്ചറിസ്റ്റിക് മെഡിസിൻസ്. എയ്ഡ്സ് രോഗികളായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരേണ്ടായി. അപ്പോൾ അത് വന്ന് അവരെ കാലത്ത് അവരെ കളിപ്പിക്കുക, പിന്നെ തൊട്ടടുത്തുള്ള ശോഭയിൽ കൊണ്ട് ഒരു സിനിമ കാണിപ്പിക്കുക, എസ്കലേറ്ററിൽ കയറ്റുക. സാൽവേജ് കീമോ എന്ന് പറഞ്ഞിട്ട് ഇനിയും ലൈൻ ഓഫ് സ്ട്രോങ്ങർ കീമോസ് ഉണ്ട്. പക്ഷേ ദാറ്റ് ഇസ് ബേസിക്കലി ഫയറിങ് ദ ബോഡി ഡൗൺ. അപ്പോഴേക്കും മനുഷ്യൻ ബേസിക്കലി ഒന്നും അല്ലാതാവും. സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന കുറേ ആൾക്കാർ ഇത് സിമ്പതിയാണ്. സോ അത് ഭയങ്കര ടോക്സിക് ആണ് ഫോർ എ പേഷ്യൻറ്റ്. അപ്പോൾ എനിക്ക് എത്ര സ്ഥാപനം എന്ന് വെച്ചാൽ 5 സ്ഥാപനമുണ്ട്. ഫൗണ്ടേഷൻ്റെ പണി സ്പെൻഡ് മണി, അത് ഇതേ സ്പിരിറ്റിൽ തന്നെ, കച്ചവടത്തിൻ്റെ അതേ സ്പിരിറ്റിൽ തന്നെ ഉള്ള എംപ്ലോയീസ് ഉണ്ട്. ഹോസ്പിറ്റൽസിനും ഡോക്ടേഴ്സിനും ശരിക്കും പീപ്പിളിന് ഈ ഇത് കൊടുക്കുക. അവർ വിചാരിക്കുന്നത് പോരുന്ന കാശ് പോരട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ക്യാൻസർ എന്ന വാക്ക് കേൾക്കുന്ന ആളുകൾക്ക് പോലും ഭീതി തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇത് പരിഹാരമുള്ള ഒരു പ്രശ്നമാണെന്നും ചികിത്സയുള്ള ഒരു രോഗമാണെന്നും ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യൂണിയൻ ഫോർ ഇൻ്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ അഥവാ UICC 2000 ആണ്ട് മുതൽ ഈ ഒരു ദിവസം ആചരിക്കുന്നത്. ഈ വർഷം ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ജോയാലുക്കാസ് ഫൗണ്ടേഷൻ ഒരു വലിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ്. 1000 അർഹരായ രോഗികൾക്ക് അവരുടെ അവശ്യ മരുന്നുകൾക്കായി 20,000 രൂപ വീതമുള്ള ഒരു ധനസഹായം. ഇന്ന് ഈ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നടി ശ്രീമതി മമത മോഹൻദാസുമുണ്ട്. രണ്ടുപേർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ആദ്യം ശ്രീ ജോയോട് തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ജോയാലുക്കാസ് ഫൗണ്ടേഷൻ്റെ ഭാഗമായി ഒരുപാട് വർഷങ്ങളായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഒരുപാട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, കുട്ടികൾക്ക് സ്കോളർഷിപ്പിനുള്ള, അതുപോലെ ഡയാലിസിസ് കിറ്റുകൾ. എന്നാലും ക്യാൻസറിന് വേണ്ടി ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ് എന്നുള്ള ഒരു ഐഡിയ, അതിനുള്ളൊരു പ്രേരണ എന്തായിരുന്നു? ഈ 4-ാം തീയതി ക്യാൻസർ ഡേ, വേൾഡ് ക്യാൻസർ ഡേ എന്നുള്ള ഒരു ആശയം എൻ്റെ അടുത്ത് അവതരിപ്പിക്കുകയുണ്ടായി നമ്മളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഞങ്ങളുടെ CSR ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു തോട്ട് വന്നത്, ഇങ്ങനൊരു എന്തെങ്കിലും കുറച്ച് പേർക്ക് ഒരു സഹായം കൊടുക്കാവുന്ന ഒരു സ്കീം നമുക്ക് ചെയ്യണം അതേ ദിവസം തന്നെ. അങ്ങനെയാണ് ഇങ്ങനൊരു പ്രോഗ്രാം നമ്മുടെ മനസ്സിൽ വന്നതും. ക്യാൻസറിനോട് എൻ്റെ ഒരു സിസ്റ്റർക്ക്, 2 സിസ്റ്റേഴ്സിന്, ഒരാൾ ക്യാൻസറായിട്ട് മരിക്കുകയുണ്ടായി. ഒരു സിസ്റ്റർ ഇപ്പോഴും ഉണ്ട്, ആൾക്കും ക്യാൻസറൊക്കെയാണ്. അപ്പോൾ ക്യാൻസറിന് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേറെ ചില പ്ലാനുകളുണ്ട്. ഇങ്ങനെ ക്യാൻസർ ഒരു ഹോസ്പിറ്റൽ ചെയ്യണമെന്നോ, ഒരു പീഡിയാട്രിക് ക്യാൻസർ ഹോസ്പിറ്റൽ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. അതെ അതെ. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു കാൽവെപ്പും കൂടിയാണോ? അതെ അതെ, അത് ഇതിനോടനുബന്ധിച്ചല്ല, ഇതിനോട് ചേർന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, എനിക്ക് ആഗ്രഹമാണ്. ഓക്കെ, മമതയിലേക്ക് വന്നാൽ ഈ ക്യാൻസറിനോട് പോരാടി ആ ഒരു സക്സസ് ആയ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് മലയാളിയുടെ മുന്നിൽ ആദ്യം വരുന്ന മുഖമാണ് മമതയുടേത്. അത് ശരിക്കും ഒരു ലൈഫ്സ് മിഷൻ ആയി മമതയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഓൾസോ ഇൻ ദി എസ്റ്റീംഡ് കമ്പനി ഓഫ് ജോയ് അങ്കിൾ ആഫ്റ്റർ എ വെരി ലോങ് ടൈം കാണുകയാണ്. ആൻഡ് ഈ ഒരു മിഷൻ്റെ ഭാഗം ആക്കിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഐ എം വെരി ഹാപ്പി ദാറ്റ് വലിയൊരു കാര്യം തന്നെയാണ്, ടച്ചിങ് സോ മെനി പീപ്പിൾസ് ലൈഫ്സ്. ക്യാൻസർ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നൊരു ദിവസം എന്നൊന്നുമില്ല. അതൊരു ബിക്കോസ് ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു സംഭവം തന്നെയാണ്. ഡയഗ്നോസ് നടക്കുന്ന സമയം തൊട്ടിട്ട് ഫാമിലി മെമ്പേഴ്സിനെ വരെ എല്ലാ രീതിയിലും, മാനസികമായിട്ടും ഫിസിക്കലി എല്ലാം ചേഞ്ച്, ഫൈനാൻഷ്യലി എല്ലാത്തിനും അലട്ടുന്ന ഒരു കണ്ടീഷനാണല്ലോ. സോ അതിന് ഇന്നൊരു ദിവസം എന്നില്ല. പക്ഷേ ഐ എം വെരി ഹാപ്പി ദാറ്റ് വി ഹവ് കം ടുഗെദർ. എന്തായാലും വി നീഡ് ടു ചൂസ് എ ഡേ ടു മേക്ക് ദം ഫീൽ സ്പെഷ്യൽ ആൻഡ് സെലിബ്രേറ്റ് ദിയർ ഫൈറ്റ്.
അപ്പോൾ ഇറ്റ് ഹാസ് ബിൻ ക്വൈറ്റ് എ ജേർണി. ആൻഡ് ഈ സമയത്ത് എൻ്റെ ഒരു അറിവ് ഓർ മൈ നോളജ് അബൌട്ട് ക്യാൻസർ ആൻഡ് ഹൗ എ പേഷ്യൻറ്റ് ഡീൽസ് വിത്ത് ഇറ്റ്, എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഈ ബോഡി ടൈപ്പ് യുണീക്കാണ്. അപ്പം എല്ലാവർക്കും ഒരു ടൈപ്പ് ക്യാൻസറിന് കൊടുക്കുന്ന കീമോതെറപ്പീസ് ഒന്നും എല്ലാവർക്കും ഒരേപോലെ റെസ്പോണ്ട് വരണമെന്നില്ല. സോ ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും പിന്നെ എന്തൊക്കെ ടൈപ്പ് കീമോ ഉണ്ടെന്നും റേഡിയേഷൻ്റെ നമ്പർ ഓഫ് സൈക്കിൾസ് ആൻഡ് ദി സ്ട്രെങ്ത് ഓഫ് ദി റേഡിയേഷൻ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, ഇതെല്ലാം കഴിഞ്ഞൊരു പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും, പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് ഇമ്മ്യൂണോതെറപ്പി വരെ ട്രയൽ പേഷ്യൻ്റായിട്ട് എൻറോൾ ചെയ്യാൻ പറ്റിയ ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പം ഇത്രയും ഫൈറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്ന ഒരു ലൈഫാണ്. ഒരിക്കലും ആ ലൈഫിന് ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. എവറി മോർണിംഗ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എവറി സൺറൈസ് ആൻഡ് സൺസെറ്റ്. അപ്പോൾ അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. ടീച്ചിങ് പീപ്പിൾ ദ വാല്യൂ ഓഫ് ലൈഫ്. ദർ ആർ സോ മെനി പീപ്പിൾ സ്ട്രൈവിങ് സോ ഹാർഡ് ടു സ്റ്റേ അലൈവ് അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു ഫാമിലിയിലെ എല്ലാവരും സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒന്നിച്ച് ചേർന്ന് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഐ ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് എന്തെങ്കിലും തരത്തിൽ ഞാൻ എൻ്റെ വേറൊരു ഫൗണ്ടേഷനിൽ ഞാൻ ബോർഡ് മെമ്പറാണ്. അവർക്ക് വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ പ്രവർത്തനത്തിലുണ്ട്. വി ഹാവ് ബിൻ ഏബിൾ ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ക്യാൻസർ എന്ന വിഭാഗത്തിൽ മാത്രമല്ല, ബട്ട് ഈവൻ കിഡ്നി ഡയാലിസിസും ലോട്ട് ഓഫ് ഫ്രീ ട്രീറ്റ്മെൻറ്റ്സ് RCCയിലെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ് ഒരുപാട് പേര് അതിൽ അസോസിയേറ്റഡ് ആയിട്ട്. വി ഓൾ ഇന്ന ഭാഗം, ഇന്ന ഡിസ്ട്രിക്റ്റ്, ഇന്ന ഹോസ്പിറ്റലിനൊന്നും ഇല്ല. ദിസ് ഈസ് എ വെരി കോമൺ, ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്രോബ്ലം. സോ ഐ ഓൾവേസ് ബിലീവ് ആ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിൻ്റെ ലൈഫിൽ ശരിക്കും ടച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ ഓൺ മെമ്പറിനെ ടച്ച് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ കളത്തിലേക്ക് അങ്ങ് ഇറങ്ങുന്നത്. റൈറ്റ്. സോ ഞാൻ ഈ ലൈഫ് മിഷൻ ആണോ എന്ന് ചോദിക്കാൻ കാര്യം, ഇപ്പോൾ മമതയുടെ ഒരു ഡയഗ്നോസിസ് ഒക്കെ വന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഇൻ്റർനെറ്റ് പ്രോലിഫറേഷന് മുന്നേ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അന്ന് ഈവൻ ഫ്രം ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ അബൌട്ട് വെയർ ദ റൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഇസ് ഹാപ്പനിങ്, അതിൽ ഉൾപ്പെടെ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടിൻ്റെ പ്രാധാന്യം ഭയങ്കരമാണ്. ബിയോണ്ട് യുവർ ഇമ്മീഡിയറ്റ് ഫാമിലി, ആ ഒരു കമ്മിങ് ടുഗെദർ, ഹൗ ഡിഡ് ദാറ്റ് ഇമ്പാക്ട് യുവർ ലൈഫ് ആൻഡ് ഹൗ ഡു യു ഗിവ് ദാറ്റ് ഫോർവേഡ് നൗ? It's interesting. Back then, one information was almost not there on my cancer type itself. അന്ന് ഒന്നാമത് when you think back, അന്ന് നമുക്ക് GPRS ആണ് കിട്ടാറ് ഫോണിൽ. എഡ്ജും GPRS ഒക്കെയാണ് കിട്ടുക. അപ്പോൾ റീലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ഹോഡ്ജിക്കിൻസ് ലിംഫോമ എന്ന് ആദ്യം ഡയഗ്നോസിസ് കിട്ടിയ സമയത്ത് അതിൻ്റെ എന്തെങ്കിലും ഒന്ന് വായിക്കാൻ എനിക്ക് പറ്റണ്ടേ, സ്ക്രീൻ ലോഡാവുന്നില്ല. ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടൈം. ഒരു 10x10 സെൻറ്റിമീറ്റർ ബൾക്കി ട്യൂമറാണ് ചെസ്റ്റിലിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഇതെങ്ങനെ വളർന്നു, എപ്പോൾ ഉണ്ടായി, എങ്ങനെ വളർന്നു? ഐ എം ലിവിങ് എ നോർമൽ ലൈഫ് അറ്റ് ദി ഏജ് ഓഫ് 24. ഉത്തരങ്ങളില്ല, ഒത്തിരി ചോദ്യങ്ങളും സോ ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ടൈം. അതേപോലെയാണ് സപ്പോർട്ടിൻ്റെ കാര്യത്തിലും. അന്നത്തെ കാലത്തെ സ്റ്റിഗ്മ എന്താണ്, ഇതിനെപ്പറ്റി ആരുടെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ സ്വന്തം ഫാമിലി, സ്വന്തം ഡാഡ് ആൻഡ് മോം ഇറ്റ്സെൽഫ് ആർ നോട്ട് ടോക്കിംഗ് ടു ദ സിബ്ലിങ്സ് അബൌട്ട് ഇറ്റ്. അത് തന്നെ വൈകിയാണ് അത് പറയുന്നത്, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ്. സോ ഇറ്റ് ഈസ് ദാറ്റ് സപ്പോർട്ടിന് ഇപ്പം കാലം മാറി. പീപ്പിൾ ക്രൈ ഔട്ട് ഫോർ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി, ഇൻസ്റ്റൻ്റ്ലി. എന്നാ ഡയഗ്നോസ് അത് അപ്പം തന്നെ സോഷ്യൽ മീഡിയയിലായി. അപ്പം തന്നെ പീപ്പിൾ ആർ ദെയർ ടു അണ്ടർസ്റ്റാൻഡ്. എല്ലാവരുടെയും വോയിസസ്, എല്ലാവർക്കും ഒരു വോയിസ് കൊടുത്തു സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റിഗ്മ മെല്ലെ കേർട്ടൻ ലിഫ്റ്റ് ആവാൻ തുടങ്ങി. അത്ര തന്നെ സപ്പോർട്ട് മുന്നോട്ട് വരാനും തുടങ്ങി. സോ ഇറ്റ്സ് എ വെരി വെരി ഡിഫറെൻറ്റ് ടൈം. സോ എനിക്ക് സപ്പോർട്ടായിട്ട് ആ സമയത്ത് വന്നിരിക്കുന്ന കുറച്ച് പേരെൻ്റെ ലൈഫിൽ എന്നെ സ്പെഷ്യലായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ചിലവർ വലിയ രീതിയിലൊന്നുമല്ല, പക്ഷേ ജസ്റ്റ് ടു സിറ്റ് ബൈ മൈ സൈഡ് ആൻഡ് ക്രാക്ക് എ ജോക്ക് ഇൻസ്റ്റെഡ് ഓഫ് ക്രൈയിങ് വിത്ത് മീ. ബിക്കോസ് സിമ്പത്തൈസിങ്, ഇറ്റ് ഈസ് ഓൺലി സിമ്പത്തി. സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന കുറേ ആൾക്കാർ ഇത് സിമ്പത്തിയാണ്. സോ അത് ഭയങ്കര ടോക്സിക് ആണ് ഫോർ എ പേഷ്യൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ. അത് കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആവുക, കെയർ ഗിവർ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആവുന്നത് നല്ലതാണ്. കരഞ്ഞ റൂമിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു ജഗദീഷിൻ്റെ പടത്തിന് കോമഡിയോ മറ്റോ ശ്രീനിവാസിൻ്റെ കോമഡിയോ മറ്റോ കണ്ടിട്ട് റൂമിൽ വന്നിട്ട് create that. So I used to tell my nurses, especially bone marrow transplant, at least 10 grafting in 21 to 30 days എടുക്കാം after doing the transplant. അപ്പം അത് നമ്മൾ 30-35 ഡേയ്സോളം നമ്മൾ ഐസൊലേഷനിലാണ്, ഒരു റൂമിൽ, ഹോസ്പിറ്റലിൽ ഒരു വാർഡിൽ. നമുക്ക് ആ റൂമിൽ നിന്ന് ഒരു ചേംബർ പോലെയാണ്. യു കാൺട്ട് ഈവൻ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ റൂം.
So we have to be in that room itself. But it's a difficult 30 days. Once you've gone through a harsh treatment, and then 35 days of isolation വയ്യ, ഒട്ടും വയ്യ. ആൻഡ് ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ ഐ യൂസ് ടു ടെൽ മൈ നേഴ്സസ്, എല്ലാ ദിവസവും നിങ്ങളുടെ ഫേസസ് ആണ് ഞാൻ കാണുന്നത്, ഒന്ന് അതിൻ്റെ അകത്ത് വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക് സ്മൈലെങ്കിലും ഇട്ടിട്ടൊന്ന് വന്നുകൂടെ. ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്, യുനോ. സോ ജസ്റ്റ് ടു മേക്ക് ഇറ്റ് ലൈറ്റർ. സോ യാ, ദാറ്റ്സ് ബേസിക്കലി ഇറ്റ്. യെസ്. ഈ ജോയാലുക്കാസ് ഫൗണ്ടേഷൻ്റെ ഭാഗമായി ഇനി അങ്ങോട്ടുള്ള കാലത്ത് എന്തൊക്കെയാണ് ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനുകളാണോ അതല്ലാതെയുള്ള പ്ലാനുകളാണോ, എന്താണ് സാർ? ഞങ്ങൾക്ക് പല പദ്ധതികളുണ്ട്. എഡ്യൂക്കേഷനുണ്ട്, ഓൾഡ് ഏജ് ഹോമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഈ പാലിയേറ്റിക്കിൻ്റെ സ്ഥാപനങ്ങൾ ഞങ്ങൾ ഇൻവെസ്റ്റ് പൈസ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആന്ധ്ര, തമിഴ്നാട്, തെലുങ്കാന, കർണാടകയിലൊക്കെയും ഇതുപോലെ തന്നെ ഞങ്ങൾക്കധികം ഞങ്ങളുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കൂടുതൽ ഇങ്ങനെ ചാരിറ്റബിൾ ആയിട്ടുള്ള പല, അതായത് അവിടെ മുഴുവൻ ഉണ്ടാക്കിയിട്ട് വന്നു ഓൺലി കേരളത്തിൽ തന്നെ കൊടുക്കാതൊന്നും ശരിയാവില്ല. അവിടെയും സാധുക്കളായിട്ടുള്ള ആളുകളുണ്ട്. തൃശ്ശൂർ ആയതുകൊണ്ട്, ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ടും തൃശ്ശൂർ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ പണിയുന്ന ആഗ്രഹം കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. പല കാരണങ്ങളെ കൊണ്ട് നടത്താൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം എല്ലാം ഒത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ഈ അടുത്ത് തന്നെ അത് അനൗൺസ് ചെയ്യും, ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഞാൻ ഓൾഡ് ഏജ് പ്രായമായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സ്ഥാപനം ഇപ്പോൾ പണി നടക്കുന്നുണ്ട്. അത് മെയ് ജൂണിൽ ഇനോഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് പല പദ്ധതികളുണ്ട്. എറണാകുളത്ത് ഈയിടെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജി വകുപ്പിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ ഈ അടുത്ത് ഒരു അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അതിപ്പോൾ ട്രിവാൻഡ്രത്തുണ്ടാവും, ചിലപ്പോൾ തൃശ്ശൂരായിരിക്കും. ആദിവാസി കോളനികൾ ഒരു പുനരുദ്ധാരണം ചെയ്യാനുള്ളൊരു പദ്ധതിയുണ്ട്. അതായത് 75 വീടുകളായിട്ടുള്ള ഫാമിലിയിൽ കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞിട്ട് അവർക്ക് ചെറിയ വീട് മതി. അവർക്കൊരു ചില ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഇത്ര സ്ക്വയർ ഫീറ്റേ പാടുള്ളൂ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ഉടച്ച് ക്ലീനായിട്ട് അവർക്ക് വേണ്ട വീടുകളും അവർക്ക് വേണ്ട ഒരു കമ്മ്യൂണിറ്റി ഹാളും ഒക്കെ ആയിട്ട് അങ്ങനെ പണിയുന്നുണ്ട്. അത് തമിഴ്നാട്ടിലിപ്പോൾ ഒരു കോളനി പണി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മൊത്തം ഒരു ചെറിയ വീട് പണിയിലല്ല, അവർക്ക് വേണ്ട വാട്ടർ, ഈവൻ RO പ്ലാന്റ് തന്നെ വെച്ചിട്ടുള്ള വാട്ടറും സൂവേജ് സിസ്റ്റമൊക്കെ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ആദിവാസികൾക്കായിട്ട്. ഗവൺമെൻറ് പലതും ചെയ്യണ്ടെങ്കിലും അതൊന്നും ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നില്ല. സഹായത്തിൻ്റെ കാര്യത്തിൽ എത്ര പേര് കൂടെ കൂടി അതെ. അപ്പോൾ നമ്മൾ ഒന്നിച്ച് നമുക്കങ്ങനെ ഒരു പ്രോജക്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻജോയ്മെൻ്റ് ഉണ്ട്, ഒരു വൃത്തിയായിട്ടുള്ളൊരു സ്ഥാപനം കാണാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പല പദ്ധതികളുണ്ട്. എത്ര പൈസ ഉണ്ടെങ്കിലും പോരാ. നമുക്ക് നമ്മളുടെ മനസ്സിലുള്ള നമ്മളൊരു പ്രോജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എത്ര ഇരട്ടി പൈസ കിട്ടിയാലും അതിലും കൂടുതൽ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ആവശ്യക്കാർ വേണ്ടതാണ്. ഇതന്നെ അനൗൺസ് ചെയ്തത് ആദ്യം 500 പേരൊക്കെ ആയിരുന്നു. പിന്നെ ഇത് 1000 പേർക്ക് പറഞ്ഞു. പക്ഷേ ഇത് 1000 എന്നല്ല, കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 2000, 4000, 5000 ഒക്കെ ആവും. അപ്പോൾ ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ പിന്നെ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വരുമാനമുള്ള ആളുകൾ മുഴുവൻ പണിയും പോകും. പിന്നെ ഉള്ള പൈസ മുഴുവൻ അവർ ഇതിലേക്ക് പോകും. പിന്നെ അവർ തന്നെ പാപ്പരാവും. എത്രയോ പേര് വീടുകളൊക്കെയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെയും ബാങ്ക് വീട് ജപ്തിയിലൊക്കെ ആയിട്ട് പോകുന്നു. അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഭീകരമാണത്. പിന്നെ അവർക്കൊരു ബോധവൽക്കരണം നടത്താവുന്ന ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് പലയിടത്തായിട്ട്. സാറ് ബോധവൽക്കരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇത്തവണത്തെ വേൾഡ് ക്യാൻസർ ഡേയുടെ ഒരു തീം 2025 മുതൽ 27 വരെ വ്യക്തി കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് വേണ്ടിയുള്ള കെയർ കൊടുക്കുക എന്നുള്ള ഒരു തീമിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മമത ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് മുതൽ ഇതുവരെ ഒരുപാട് റിസർച്ചും റീഡിങ്ങും ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ എവിടെയാണ്, വേർ ഡസ് ഇറ്റ് സ്റ്റാൻഡ് in terms of treatment? ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി പോലെയുള്ള അഡ്വാൻസ് ഫ്യൂച്ചറിസ്റ്റിക് ട്രീറ്റ്മെന്റ്സ്. അതെ. Any future of cancer is definitely targeted therapies. So lot of exciting drugs have started coming out. One of the first ones try ചെയ്യാനുള്ള ഒരു അവസരം തന്നെയായിരുന്നു എനിക്ക് ലഭിച്ചത് 2014. ആൻഡ് വാട്ട് ഈസ് സർപ്രൈസിങ് ഇസ് ദാറ്റ് എൻ്റെ കണ്ടീഷനിലുള്ള ആദ്യത്തെ ഇമ്മ്യൂണോതെറാപ്പി ഡ്രഗ് എക്സ്പെരിമെൻറ്റിൽ വരുന്നത് തന്നെ ആഫ്റ്റർ 40 years of റിസർച്ചാണ്. It is very difficult to roll these medicines out by eliminating the current line of treatments that is available, which is chemotherapy, radiation,
ട്രാൻസ്പ്ലാന്റിൻ്റെ ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യും ഇമ്മ്യൂണോതെറപ്പി മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. ഒന്ന്, ഇറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മെക്കാനിസം ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. രണ്ടും കോൺട്രഡിക്റ്റ് ഈച്ച് അതർ. കീമോതെറപ്പി കോൺട്രഡിക്ട്സ് ഇമ്മ്യൂണോതെറപ്പി. സോ ഇമ്മ്യൂണോതെറപ്പി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡീനെ റിക്രൂട്ട് ചെയ്തിട്ടാണ്, നമ്മുടെ ബോഡീൻ്റെ ഹെൽത്തി സെൽസിനെ റിക്രൂട്ട് ചെയ്തിട്ട് അതിനെ കൊണ്ട് തന്നെ ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യിപ്പിക്കുക. Okay, that is what immunotherapy does, and this is the future of cancer treatment for sure. And that's a line of treatment that you have received. That I have received because നമുക്ക് ഇതുണ്ട്, നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ക്യാൻസറിന് വേണ്ടി നമ്മുടെ ക്യാൻസർ ടൈപ്പിന് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ബോഡി അതിന് റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്തുകൊണ്ടാണ് ദാറ്റ് ക്യാൻസർ ഇസ് മൾട്ടിപ്ലൈങ് ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് ടേക്കൺ ദാറ്റ് ട്രീറ്റ്മെൻറ്റ്. ദെൻ യുവർ കീമോതെറപ്പി ഗെറ്റ്സ് സ്ട്രോങ്ങർ, ഓർ ദെൻ ദേ മൂവ് യു ടു റേഡിയേഷൻ, ഓർ ദേ കംപ്ലീറ്റ്ലി ഡു എ ഫുൾ വൈപ്പ് ഔട്ട്. അതാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. ആൻഡ് ദെൻ സാൽവേജ് കീമോ എന്ന് പറഞ്ഞിട്ട് ഇനിയും ലൈൻ ഓഫ് സ്ട്രോങ്ങർ കീമോസ് ഉണ്ട്. പക്ഷേ ദാറ്റ് ഇസ് ബേസിക്കലി ഫയറിങ് ദ ബോഡി ഡൗൺ. അപ്പോഴേക്കും മനുഷ്യൻ ബേസിക്കലി ഒന്നും അല്ലാതാവും. നമ്മുടെ അകത്തുള്ള വാട്ട് വി ആർ ബോൺ വിത്ത്, നമ്മുടെ DNA ടൈപ്പ് മാറാം വിത്ത് എ ട്രാൻസ്പ്ലാന്റ്. ഡോണർ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി അത് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസായി മാറാം. ദെൻ യു ഹാവ് മോർ ചാലഞ്ചിങ് conditions to handle in lieu with your existing cancer treatments. Therefore completely messing your quality of life. So അമേരിക്കയിൽ പോയപ്പം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ക്വാളിറ്റി ഓഫ് ലൈഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് അവിടെ. പേഷ്യൻറ്റിൻ്റെ മെൻറ്റൽ സ്റ്റേറ്റ് എന്താ വെൻ ദേ ആർ കമ്മിങ് ടു റിസീവ് ദ ട്രീറ്റ്മെൻറ്റ്. സോ ആ എഡ്യൂക്കേഷനാണ് നമുക്കിവിടെ, ആ നോളജ് നമുക്കിവിടെ ലാക്കിംഗ് ആണ്. അത് റൈറ്റ് ഫ്രം ഡോക്ടേഴ്സ് ആവട്ടെ, നഴ്സസ് ആവട്ടെ, ആൻഡ് മേലെ ഇരിക്കുന്ന ആൾക്കാർ നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴല്ലേ താഴെ ഇരിക്കുന്ന കെയർ ഗിവേഴ്സിനെ എങ്ങനെ പേഷ്യൻ്റെ കൂടെ നിൽക്കണം എന്ന് മനസ്സിലാവുള്ളൂ. It has to trickle down. So the patient as well, a patient maturity ഉണ്ടെങ്കിൽ ചോദിക്കാം, but patient കെയർ ഗിവർ should ask the right kind of questions to the doctors. ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡയഗ്നോസ്ഡ് 24, ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 27 or 28 ആയിരുന്നു. Nobody told me about freezing my eggs. ഡോക്ടേഴ്സിന് അറിയാം, ഞാൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ചോദിക്കുന്നത്. ഹിസ് ലെയിം റെസ്പോൺസ് ടു മീ വാസ്, യു നെവർ ബ്രോട്ട് ഇറ്റ് അപ്പ്. ഹൗ ഡു വി നോ? വി ഡോണ്ട് നോ എനി ബെറ്റർ. നമുക്ക് ഇൻഫർമേഷൻ ഇല്ല. ഈ ഡോക്ടേഴ്സൊക്കെ അമേരിക്കയിലൊക്കെ പോയി പഠിച്ച ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സിന് കുറ്റം പറയുന്നില്ല. അവരുടെയും there's a lapse of structure in our medical system. അവിടെ if you're not told certain guidelines of the treatment or where this is going to go, what to expect from this treatment, കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ, അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ദ പേഷ്യൻറ്റ് ക്യാൻ വെരി വെൽ സൂ ദ ഡോക്ടർ ആൻഡ് ഹീ ക്യാൻ ലൂസ് ഹിസ് ലൈസൻസ്. അപ്പം കോൺസിക്വൻസസ് ഉണ്ട് ഫോർ എവറിത്തിങ്. ഇത് നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ ശരിക്കും ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് എല്ലാം ഓർഗനൈസ് ചെയ്യാം. അപ്പം ഇത് മൊത്തത്തിൽ ഈ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പം കൂടെയുണ്ട് ഒരുപാട്. പക്ഷേ അറ്റ് ദ സെയിം അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണോതെറപ്പി ട്രൈ ചെയ്തിട്ടുള്ള, അതോ ദർ ആർ ലോട്ട് ഓഫ് ബയോ റിസർച്ചേഴ്സ് ഇൻ ഇന്ത്യ ഹു ഹവ് ട്രൈ ടു റോൾ ഔട്ട് ആൻഡ് കണ്ടക്ട് ഇമ്മ്യൂണോതെറപ്പി ട്രയൽസ് ഇൻ ഇന്ത്യ. പക്ഷേ അത് അൺസക്സസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ അവർ എത്രയോ വർഷം മുമ്പ് അത് സ്റ്റോപ്പ് ചെയ്തു. ട്രയൽ അൺസക്സസ്ഫുൾ ആണെന്നാണോ, അതിന് റെസിസ്റ്റൻസ് ഉണ്ടെന്നാണോ? അല്ല, പേഷ്യൻസ് ആർ നോട്ട് ഷോയിങ് അപ്പ്. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല. പുതിയ മെഡിസിൻ ട്രൈ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ചോദ്യം. ഒന്നാമത് നമ്മുടെ സിസ്റ്റം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. And you are someone who signed up for അതുപോലെ ഒരു trial in 2014, like 12 years ago. Because it was America, it was a very legit medical system, UCLA, and you can trust. I think we all have Middle East exposure. നമ്മളിപ്പം വി ഓൾവേസ് സേ, നമ്മൾ ഇന്ത്യൻസ് ആയിട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഏത് മലയാളിയും ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണല്ലോ പെരുമാറുന്നത്. കാരണം വി നോ ദാറ്റ് ദർ ഇസ് എ കോൺസിക്വൻസ് ഇഫ് യു ഡോണ്ട് അബൈഡ് ബൈ ദ ലോ. അതുപോലെയുള്ള ശക്തമായ കുറച്ച് ഗൈഡ് ലൈൻസ് ഇൻ ദ മെഡിക്കൽ സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും ഇമ്മ്യൂണോതെറപ്പി പോലെയുള്ള ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്താം. ഒരുപാട് പേഷ്യൻസ് ഹു ആർ സഫറിങ് ക്യാൻ ആക്ച്വലി ഗെറ്റ് ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഫ്യൂച്ചറിസ്റ്റിക് മെഡിസിൻസ്. ആൻഡ് ഇന്ത്യ ഇസ് എക്സലൻറ്റ് അറ്റ് മാനുഫാക്ചറിങ്. Our pharmas are excellent, but we send all the good stuff outside. So we need, there are a lot of companies and a lot of research centers that are actually trying to bring back immunotherapy clinical studies, because that is the future and we can make it available for our own, people. US-ൽ ഉള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞല്ലോ പുതിയ, അതിപ്പോൾ എല്ലാവരുടെയും പുതുതായിട്ട് മറ്റുള്ള ഹോസ്പിറ്റലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തോ? ഇപ്പോൾ കിട്ടുന്നു. എൻ്റെ മെഡിസിൻ കിട്ടുന്നുണ്ടോയെന്നാണോ ചോദിച്ചത്? യെസ്, ഇറ്റ് ഈസ് അവൈലബിൾ നൗ. പക്ഷേ വൺ മോർ തിങ് ഇസ് ദർ, നമുക്ക് ക്വാളിറ്റി കൺട്രോൾ
കോസ്റ്റ്ലി ആണ്. ഇറ്റ് ഈസ് നോട്ട് വെരി ഈസിലി അഫോർഡബിൾ. എന്തായാലും ഒരു ഡോസിന് ഇപ്പോൾ ഒരു 4 lakhs മറ്റും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പേഷ്യൻ്റ് അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ കുറച്ച് പദ്ധതി, സി ദീസ് ആർ തിങ്സ് വിച്ച് പീപ്പിൾ ആർ നോട്ട് ബീങ് ടോൾഡ്. ഹോസ്പിറ്റൽസിനും ഡോക്ടേഴ്സിനും ശരിക്കും പീപ്പിളിന് ഈ ഇത് കൊടുക്കുക. അവർ വിചാരിക്കുന്നത് പോരുന്ന കാശ് പോരട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ദാറ്റ് സെയിം മെഡിസിൻ ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ഫോർ 1 lakh ഇഫ് യു ഫിൽ ഔട്ട് എ ഫോം ആൻഡ് ഇഫ് ദേ അപ്രൂവ് ഇറ്റ്. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല. സോ ആൾക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻ, പിന്നെ നമുക്ക് പോപ്പുലേഷൻ ഒരു അളവ് വിട്ട പോപ്പുലേഷനാണ്, കൺട്രോൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത. സോ അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര ഹെൽപ്പ്, ഇപ്പോൾ 500 പേരെന്ന് പറഞ്ഞു, എന്നിട്ട് ലുക്ക് ഹൗ മെനി പീപ്പിൾ, ഹൗ മെനി എൻട്രീസ് ആർ ദർ. സോ ദ ഹെൽപ്പ് ഇസ് നെവർ ഇനഫ് വെൻ ഇറ്റ് കംസ് ടു ദിസ്, ബട്ട് നോളജ് വിൽ ഹെൽപ്പ്. ആൻഡ് ഐ ഓൾവേസ് ടെൽ പീപ്പിൾ, ട്രൈ ടു more than spending time in worrying, ഇതിനെപ്പറ്റി നമ്മൾ ഓക്കെ ഐ ഹാവ് ക്യാൻസർ, ഐ എം ഗോയിങ് ത്രൂ ദിസ്, വേദന അതൊക്കെ നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി. ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് യുവർ എനർജി ഓൺ ടു ദിസ്, ആ ഒരു പെയിൻ കില്ലർ എടുത്ത് അത് അടങ്ങുന്ന സമയത്ത് റീഡ്, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്, അതിൽ കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യുക. എങ്ങനെ പുറത്തിറങ്ങാം എന്നുള്ളത്. തിങ്ക് അബൌട്ട് ദ സൊല്യൂഷൻ. ആൻഡ് ഐ ടെൽ പീപ്പിൾ ദ കീസ് ടു സ്റ്റേ അലൈവ്. 5 വർഷത്തിൽ ഞാനെടുത്ത ഇമ്മ്യൂണോതെറപ്പി ചിലപ്പോൾ 50,000 rupees അവൈലബിൾ ആയിരിക്കും ഇൻ ഇന്ത്യ. ബട്ട് സ്റ്റേ അലൈവ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ അലൈവ്. ആൻഡ് ആ സമയത്ത് ഇപ്പോൾ ജോയേട്ടൻ ഇപ്പോൾ തുടങ്ങുന്ന പോലെയുള്ള നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള യുനോ നല്ല മനസ്സുള്ള പീപ്പിൾ ഹു ക്യാൻ ആക്ച്വലി മേക്ക് ഇറ്റ് ഹാപ്പൻ. വെൻ ദേ ഡു ഇറ്റ്, ദിസ് വിൽ ഓൾ കം ആൻഡ് എന്താ പറയുക, it'll actually എന്താ പറയുക, സ്നോബോൾ ചെയ്യുന്നതാണോ ഉദ്ദേശം? it'll all come together, you know, and it'll make that ride for every patient easier at some point. ഇപ്പം നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 5 years or 10 years down the line, lesser people will be suffering, is what I believe. അതാ ഒരു കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ്സിൻ്റെ ഭാഗമായി ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ഇൻഫർമേഷൻ അത്തരത്തിൽ എല്ലാവർക്കും ആക്സസിബിൾ ആക്കുന്ന രീതിയിൽ അതിലേക്ക് ഇസ് ദർ എനി റോഡ് മാപ്പ് പോസിബിൾ? ഇപ്പോൾ ഉദാഹരണത്തിന് ജോയ് സാറിൻ്റെ സ്ഥാപനവും ഗവൺമെൻറ്റും ഒരുമിച്ച് വന്നാൽ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഡു യു സീ എ പ്ലാൻ ഫോർ ഇറ്റ്? അങ്ങനെ എന്തെങ്കിലും ചിന്തകളുണ്ടോ മമതയ്ക്ക്? See, there is no one answer to all this, because I think the answers that you get are always only as good as the questions that you ask. Alle appo the more curious you are, the more you challenge yourself to find the right kind of solution for you. A miracle doesn't happen in everybody's life, and like he said, chalapam everybody will come together for the to help one person with their fight against cancer, but maybe he might not make it. But can that person still pass with grace nalladana? ഒരുപാട് വേദന അനുഭവിക്കാതെ. Yeah, or how they're taking it. Our spirit is what matters. Right. Okay. Even in that fight, our life and extension kittunnathu our family inde our individual spirit pole irikkum. So the more graceful you are with the namukku culturally ulla prashnana ee worrying, negative emotions carry cheya. Find humor in your fight. It's very important because it is a key to extend your life. Exactly. It is a way to നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് ഒരു ഇതുപോലെ ഒരു വരദാനം പോലെ ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, എവ്രിബഡീസ് ഐ തിങ്ക് ബോറോഡ് ടൈം എന്ന് പറയില്ലേ, എൻ്റെ ഒക്കെ ഡെഫിനറ്റ്ലി ബോറോഡ് ടൈം. ബട്ട് യു ക്യാൻ സേ ദാറ്റ് ദർ ഇസ് എ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് ടു ലിവ് വിത്ത്. അത് ക്യാൻസർ അനുഭവിച്ച ഒരു പേഴ്സൺ വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. There is a different way to look at life itself. Your perspective changes. So I think the more gracefully you decide to fight it with, the longer your life will be. ഞാൻ മമത പോസിറ്റിവിറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ ശ്രീ ജോയ് ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശ്രീ ജോയ് ബിസിനസ് നടത്തുന്നു, അതിന് പിന്നിലെ പോസിറ്റിവിറ്റി, ആ ഒരു ഫോഴ്സ് ഓഫ് കമ്പാഷൻ താങ്കളുടെ ഭാര്യയാണ് എന്ന്. എന്താണ് ശ്രീമതി ജോയ് അലുക്കാസിന് ഫൗണ്ടേഷനിലുള്ള റോൾ? ആൾക്ക് വലിയ റോളുണ്ട്. മെയിൻലി ഫൗണ്ടേഷനിൽ ആൾ വളരെയധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിഹൈൻഡിൽ പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ എൻഗേജ്ഡാണ്. ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ മാസവും ദർ ആർ ഡെസിഗ്നേറ്റഡ് ഡേയ്സ് വെൻ വയ്യാത്ത കുട്ടികൾ സാറിന് വീടിനുള്ളിലേക്ക് വിളിച്ച് അവർക്ക് ആതിഥ്യം വരളുന്ന ഒരു അതിപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഒരിടയ്ക്ക് എയ്ഡ്സ് രോഗികളായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരേണ്ടായി. അപ്പോൾ അത് വന്ന് അവരെ കാലത്ത് അവരെ കളിപ്പിക്കുക, അവരൊപ്പം ചിലവാക്കുക സമയം. പിന്നെ തൊട്ടടുത്തുള്ള ശോഭയിൽ കൊണ്ട് ഒരു സിനിമ കാണിപ്പിക്കുക, എസ്കലേറ്ററിൽ കയറ്റുക. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. അവസാനം ഒരു ലഞ്ച് വീട്ടിൽ കൊടുക്കുക, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടു ഡിന്നർ കഴിഞ്ഞിട്ട് അവരെ വിടും. അതൊരു 1 day പ്രോഗ്രാമാണത്. അത് വൺസ് ഇൻ എ മന്ത്
അങ്ങനെ ചിലപ്പോൾ മന്ത്ലി 2 times ചെയ്യാറുണ്ട്. അതാണ് ആളുടെ മെയിൻ ഹോബി. അവരെ കൊണ്ടുവരിക, അവരെ കൊണ്ട് നടത്തുക. നമ്മുടെ അറിയാവുന്ന കുടുംബത്തിലെയോ അല്ലെങ്കിൽ സുഹൃത്ത് സംഘത്തിലെ ഒരാൾക്ക് ക്യാൻസർ ആണ് എന്നുള്ളൊരു വാർത്ത കേട്ടാൽ വാട്ട്സ് ദ ബെസ്റ്റ് വേ യു ക്യാൻ സപ്പോർട്ട് ദം? ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫോൺ എടുത്ത് അവരെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കണോ എന്ന് പോലും നമുക്കൊരു ശങ്കയായിരിക്കും. കാരണം അവരെന്ത് പറയും? What's the best way to deal with that? I think the best way is to directly make that call and say, you know what, I heard about your diagnosis, but I think, you know, ഒരുപാട് solutions ഉണ്ട്, and sound as normal as you can, not like you got a bad news, you know, and because there is a lot of solution out there. Your key is to, you want to be instrumental, then be instrumental. Don't be a Debbie Downer with them. Don't be detrimental. Yes, you know, it's not fair on them, and you can't be selfish. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു, എന്നെ ടേക്ക് കെയർ ചെയ്യാൻ പാന്നല്ല. യു ആർ ഗോയിങ് ത്രൂ എ പ്രോബ്ലം, ഐ എം ദെയർ ഫോർ യു. വളരെ നേരിട്ട് ചോദിക്കാം, ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്തത്, എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നുണ്ടത്. ജസ്റ്റ് ഗിവ് മി എ കോൾ, ഐ എം എ കോൾ അവേ. ഞാൻ വരാം സഹായിക്കാൻ, യുനോ, ആൻഡ് ദിസ് ഇസ് ഗോൺ ടു ബി ഈസി. ട്രൈ ടു എലിവിയേറ്റ് ദിയർ പ്രോബ്ലം, നോട്ട് ആഡ് ടു ദിയർ പ്രോബ്ലം. ദേ കാൺട്ട് ടേക്ക് ദ ബർഡൻ ഓഫ് യുവർ വറി. That is something that a lot of people end up doing here. Yeah. Lived advice. Yes. പക്ഷേ ജോയ്ക്ക് എന്താണ് ഇനി ഭാവിയിലേക്കുള്ള, ഇപ്പോൾ ഇന്ന് 1000 പേർക്കുള്ള ധനസഹായം കൊടുക്കുകയാണ്, ഈ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ആശയമുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് പല ആശയങ്ങളും ഉണ്ട്. ഈ പ്രോജക്റ്റ് ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പുതിയ ഹോസ്പിറ്റൽ, അത് എത്രയും പെട്ടെന്ന് പണി തീർക്കണം. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. മെയിൻലി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ അതേ സ്പിരിറ്റിൽ തന്നെയാണ് CSR പ്രോഗ്രാം നടത്തുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പദ്ധതികൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയണ്ടെന്നുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് അങ്ങോട്ട് പറയുന്നില്ല. അതായത് എനിക്ക് ജൂവലറി അല്ലാതെ മണി എക്സ്ചേഞ്ച് ഉണ്ട്, ഒരു ടെക്സ്റ്റൈൽ യൂണിറ്റുകളുണ്ട്, പിന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡെവലപ്പേഴ്സ്, അങ്ങനെ 4 സ്ഥാപനമാണ് മെയിനായിട്ടുള്ളത്. ഇതേപോലെ തന്നെ അതേ സ്പിരിറ്റിൽ തന്നെയാണ് ജോയാലുക്കാസ് ഫൗണ്ടേഷൻ. അപ്പോൾ എനിക്ക് എത്ര സ്ഥാപനം എന്ന് വെച്ചാൽ 5 സ്ഥാപനമുണ്ട്. ഫൗണ്ടേഷൻ്റെ പണി സ്പെൻഡ് മണി, അത് ഇതേ സ്പിരിറ്റിൽ തന്നെ, കച്ചവടത്തിൻ്റെ അതേ സ്പിരിറ്റിൽ തന്നെ ഉള്ള എംപ്ലോയീസ് ഉണ്ട്, വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് എത്ര പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ ഒരു 3 times 4 times ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതുപോലെ തന്നെ പല സ്ഥാപനത്തിൽ നിന്നും ഇതുപോലുള്ള CSRൻ്റെ പണി ഞങ്ങളും അവിടെ നിന്ന് പ്രതീക്ഷിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് എത്ര പൈസ കിട്ടിയാലും പോരാ. അപ്പോൾ സ്പ്രെഡിങ് ജോയ് എന്നാണ് ശ്രീ ജോയാലുക്കാസിൻ്റെ ആത്മകഥയുടെ പേര്. അപ്പോൾ അതുപോലെ ഒരുപാട് ജീവിതങ്ങളിലേക്ക് ഈ ജോയ് വീണ്ടും വീണ്ടും സ്പ്രെഡ് ചെയ്യാൻ താങ്കൾ കാരണഭൂതനാവട്ടെ. ഒപ്പം ഈ ഉദ്യമത്തിൽ കൂടെ മമതയും ഇനി അങ്ങോട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Definitely, always. Thank you. Thank you.